അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞത്, മൂസ, അവരുടെ കാര്യത്തിൽ നീ ഭയപ്പെടേണ്ടതില്ല. നിൻ്റെ ഭാര്യയെ ശുശ്രൂഷിക്കാനും കുട്ടിക്ക് മുല കൊടുക്കാനുമായി ഞാൻ സ്വർഗസ്ത്രീകളെ നിയോഗിച്ചിരിക്കുന്നു. ആടുകളെയും അവർ തന്നെ സംരക്ഷിച്ചുകൊള്ളും. നീ യാതൊന്നും ഭയപ്പെടാതെ ഈജിപ്തിലേക്ക് പോയി ഫിറോനെ കാണുക എന്നാണ് അള്ളാഹു കൽപ്പന നൽകിയത്. മൂസാ നബി അലൈഹി ഇസ്ലാമിന് മേൽപ്പറഞ്ഞ ഇപ്പറയപ്പെട്ട രൂപത്തിലുള്ള അശരീരി വാക്ക് കേട്ടപ്പോൾ സ്വന്തം ഭാര്യയുടെ കാര്യത്തിലും മറ്റുമുണ്ടായിരുന്ന ഭയമെല്ലാം മാറി. പിന്നെ അദ്ദേഹത്തിന് ഭയം തോന്നിയത് താൻ മുമ്പൊരു കിബിത്തിയെ കൊന്നുപോയതിന് മിസ്രുകാർ പ്രതികാര നടപടിയെടുത്തെങ്കിലോ എന്നതിനെ പറ്റിയായിരുന്നു. അതിനെപ്പറ്റി അദ്ദേഹം ചെയ്തിരുന്ന പ്രാർത്ഥനയെ ഖുർആൻ ഇങ്ങനെയാണ് വിവരിക്കുന്നത്: എൻ്റെ രക്ഷിതാവേ, ഞാൻ അവരിൽ ഒരാളെ കൊന്നുപോയിരിക്കുന്നു. അതുകൊണ്ട് അവരെന്നെ പകരം കൊല്ലുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. എൻ്റെ സഹോദരൻ ഹാറൂനാവട്ടെ എന്നേക്കാൾ നന്നായി സംസാരിക്കുന്നവനാണല്ലോ. അദ്ദേഹത്തിനെ എൻ്റെ കൂടെ സഹായത്തിനായി അയച്ചു തരണം. അദ്ദേഹം എന്നെ പിന്താങ്ങിക്കൊള്ളുന്നതാണ്. അവർ എന്നെ കള്ളവാദിയാക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അള്ളാഹു ഉത്തരം നൽകി, നിൻ്റെ സഹോദരനെ കൊണ്ട് നിൻ്റെ വാക്കിന് തീർച്ചയായും നാം ബലം നൽകുന്നുണ്ട്. നിങ്ങൾ ഇരുവർക്കും നാം ശക്തി നൽകുന്നു. അവർക്ക് നിങ്ങളെ സമീപിക്കാൻ കഴിയുന്നതുമല്ല. നമ്മുടെ തെളിവുകളോടുകൂടി നിങ്ങളും നിങ്ങളെ അനുഗമിച്ചവരും തന്നെയായിരിക്കും വിജയികൾ. ഇതിൽ പിന്നെ താഴെ പറയുന്ന 5 കാര്യങ്ങളാണ് മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്. ഒന്നാമത്തെ കാര്യം, എൻ്റെ രക്ഷിതാവേ, എൻ്റെ ഹൃദയത്തെ നീ തുറന്നു തരണമേ. എൻ്റെ കാര്യത്തെ എനിക്ക് എളുപ്പമാക്കുകയും ചെയ്യണമേ. എൻ്റെ നാവിൻ്റെ വിഷമതയെ, എൻ്റെ വാക്ക് അവർക്ക് മനസ്സിലാകത്തക്കവണ്ണം നീ തീർത്തു തരണമേ. എൻ്റെ കുടുംബത്തിൽ നിന്ന് നീ ഒരു മന്ത്രിയെ നൽകണമേ, എൻ്റെ സഹോദരൻ ഹാറൂനെ. അദ്ദേഹം വഴിക്ക് എനിക്ക് ബലം ലഭിക്കട്ടെ. എൻ്റെ കാര്യത്തിൽ നീ പങ്കാളിയാക്കണമേ. നിനക്ക് ഞങ്ങൾ അധികം സ്തോത്രം ചെയ്യാനും നിന്നെ ഞങ്ങൾ അധികമായി ഓർക്കാൻ തക്കവണ്ണം തീർച്ചയായും നീ ഞങ്ങളെപ്പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനാണ്. നീ ആവശ്യപ്പെട്ടതെല്ലാം നിനക്ക് നൽകിയിരിക്കുന്നു എന്ന് അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി എന്നും ഖുർആൻ പറയുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മേൽ പ്രസ്താവിച്ച പറയപ്പെട്ട പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടതോടുകൂടി സഹോദരനായ ഹാറൂൻ നബിക്കും നബി എന്ന പദവി ലഭിക്കുകയാണ്. അനന്തരം രണ്ടുപേരും കൂടിയുണ്ടായ ദിവ്യകൽപ്പനയെ ഖുർആൻ വിവരിക്കുന്നത് ഇങ്ങനെയാണ്: നീയും നിൻ്റെ സഹോദരനും എൻ്റെ തെളിവുകളോടുകൂടി പോകണം. എന്നെ സ്മരിക്കുന്നതിൽ നിങ്ങൾ ഉദാസീനത കാണിക്കരുത്. നിങ്ങൾ ഫിറോൻ്റെ അടുക്കലേക്ക് പോകണം. തീർച്ചയായും അവൻ സ്വേച്ഛാപ്രമത്തനായിരിക്കുന്നു. നിങ്ങൾ അവനോട് നല്ല വാക്ക് പറയുക. അവൻ ചിന്തിക്കാനും ഭയപ്പെടാനും വേണ്ടി. അവൻ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ രക്ഷിതാവേ, അവൻ ഞങ്ങളുടെ മേൽ അതിക്രമിക്കുമെന്നും സ്വേച്ഛാധികാരം പ്രയോഗിക്കുമെന്നും
തീർച്ചയായും ഞങ്ങൾ ഭയപ്പെടുന്നു. അള്ളാഹു ഉത്തരം നൽകി, നിങ്ങൾ ഭയപ്പെടേണ്ട. എന്തുകൊണ്ടെന്നാൽ ഞാൻ തീർച്ചയായും നിങ്ങളുടെ കൂടെയാണ്. ഞാൻ കേൾക്കുന്നുണ്ട്, കാണുന്നുമുണ്ട്. ഇങ്ങനെ രണ്ട് ജ്യേഷ്ഠാനുജന്മാരും ഒരുമിച്ചാണ് ഫിറോൻ്റെ അടുക്കലേക്ക് നിയുക്തരായി പോകുന്നത്. സീനാ പർവ്വതത്തിൽ വെച്ചുണ്ടായ സംഭാഷണമെല്ലാം കഴിഞ്ഞതിൽ പിന്നെ മിസ്രിലേക്ക് പോകാൻ സന്നദ്ധനായിക്കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം ഭാര്യയും മറ്റും നിന്നിരുന്ന മരുഭൂമിയിൽ പോയി നോക്കി. അപ്പോൾ പത്നിയായ സഫൂറ ഒരാൺകുട്ടിയെ പ്രസവിച്ച് കഴിഞ്ഞിരുന്നു. സഫൂറയെ ശുശ്രൂഷിക്കാനായി വന്ന സ്വർഗസ്ത്രീകൾ അവർക്കും കുട്ടികൾക്കും എല്ലാവിധ ശുശ്രൂഷകളും ചെയ്തു കൊടുക്കുകയായിരുന്നു. ആടുകളെയും ആ വനിതകൾ തന്നെ നോക്കി സൂക്ഷിച്ചിരുന്നു. മൂസാ നബി അലൈഹി സ്വലാം താൻ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഫിറോൻ്റെ അടുക്കലേക്ക് പോവുകയാണെന്നും മറ്റുമുള്ള വർത്തമാനങ്ങൾ സഫൂറ ബീവിയോട് പറഞ്ഞു. അവർ വളരെ സന്തോഷിച്ചുകൊണ്ട് അദ്ദേഹത്തെ യാത്ര അയച്ചു. തൻ്റെ പക്കലുണ്ടായിരുന്ന എല്ലാ സാമാനങ്ങളും ഭാര്യയെ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ വടി മാത്രം എടുത്ത് മിസ്രിലേക്ക് പുറപ്പെടുകയാണ് ഉണ്ടായത്. രാത്രി സമയത്ത് അദ്ദേഹം മിസ്രിൽ പ്രവേശിച്ചു. ആദ്യമായി തന്നെ അദ്ദേഹം സ്വന്തം വീട്ടിൽ ചെന്ന് വാതിലിന് മുട്ടി. അദ്ദേഹത്തിൻ്റെ സഹോദരിയായ മറിയം പുറത്തിറങ്ങി വന്ന് ആരാണെന്ന് ചോദിച്ചു. താനൊരു യാത്രക്കാരനാണെന്ന് മൂസാ നബി അലൈഹി സ്വലാം മറുപടി പറഞ്ഞു. മറിയം ഉടൻ തന്നെ മാതാവിൻ്റെ അരികെ ചെന്ന് ഒരു യാത്രക്കാരൻ വന്ന് വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുന്നതായി അറിയിച്ചപ്പോൾ വേഗം ചെന്ന് വാതിൽ തുറന്നു കൊടുക്കാൻ മാതാവ് കൽപ്പിച്ചു. മൂസ കേവലം ഒരു അന്യൻ്റെ നിലയിൽ അവിടെയുണ്ടായിരുന്ന ഒരു പർവ്വതാനിയിൽ ഇരുന്നു. ഹാറൂനും പിതാവായ ഇമ്രാനും വന്നു നോക്കി. എന്നാൽ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഈ നിവേദനം പ്രബലമായതല്ല. മൂസാ നബി അലൈഹി സ്വലാം മടങ്ങിച്ചെന്ന കാലത്ത് സഹോദരിയും പിതാവും മരിച്ചുപോയിരുന്നു എന്നാണ് കൂടുതൽ ബലപ്പെട്ട നിവേദനത്തിൽ പറയുന്നത്. ആ നിവേദനപ്രകാരം വാതിൽ തുറന്നു കൊടുത്തിരുന്നത് മൂസാ നബിയുടെ മാതാവ് തന്നെയായിരുന്നു. അവർ വിരിപ്പും വിളക്കും ഭക്ഷണത്തിൻ്റെ റൊട്ടിയും ഉപ്പും കൊണ്ടുവന്ന് മൂസാ നബി അലൈഹി സ്വലാമിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഹാറൂൻ ചെന്ന് നോക്കിയപ്പോൾ മൂസയാണെന്ന സംശയം ഉളവായത്. ഹാറൂൻ അലൈഹി സ്വലാം, ഉമ്മ ആരാണത്? മാതാവ് പറഞ്ഞു, ഒരു യാത്രക്കാരൻ, അയാൾ നമ്മുടെ അതിഥിയാണ്. അപ്പോൾ ഹാറൂൻ പറയുന്നു, അമ്മേ അത് മൂസയാണല്ലോ, വിരുന്നുകാരനൊന്നുമല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഹാറൂൻ അലൈഹി സ്വലാം കരഞ്ഞു തുടങ്ങി. അപ്പോൾ അന്ന് ഹാറൂൻ നബിയായ വിവരം അദ്ദേഹം അറിയുന്നില്ല കേട്ടോ. അവസാനം മാതാവും കരഞ്ഞു. ആ അവസരത്തിൽ മൂസാ നബി ചെന്ന് തൻ്റെ ഉമ്മയുടെ കാല് തൊട്ട് മുത്തി അദ്ദേഹം ഉമ്മയെയും സഹോദരനെയും സമാധാനിപ്പിച്ചു. ഹാറൂൻ പറഞ്ഞു, നിങ്ങൾ മദിയനിൽ പോയി ശുഐബ് നബിയുടെ മകളെ വിവാഹം ചെയ്തതായും വളരെ കാലം അവിടെ താമസിച്ചതായും ഇവിടെ വർത്തമാനമുണ്ട് നാട്ടിൽ. അത് ശരിയാണോ? മൂസ പറഞ്ഞു, അത് ശരിയാണ്. കൂടാതെ അള്ളാഹു എന്നെ ഫിറോൻ്റെ നേരെ പ്രവാചകനാക്കി അയച്ചിരിക്കുന്നുവെന്ന ഒരു സന്തോഷ വർത്തമാനം കൂടിയുണ്ട്. സീനാ പർവ്വതത്തിൽ വെച്ച് എനിക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് പ്രഭാഷണം കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഹാറൂൻ അലൈഹി സ്വലാം ഉടനെ തന്നെ അദ്ദേഹത്തെ ആദരിച്ചും ആലിംഗനം ചെയ്തുകൊണ്ടും സന്തോഷം പ്രകടിപ്പിച്ചു. മൂസ അലൈഹി സ്വലാം പറഞ്ഞു, സഹോദര, അള്ളാഹു ഈ ദൗത്യത്തിൽ നിങ്ങളെയും എൻ്റെ കൂടെ പങ്കുകാരനാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പോകണം. ഫിറോവിനെ അള്ളാഹുവിൻ്റെ സത്യമാർഗത്തിലേക്ക് ക്ഷണിച്ചു നോക്കാം. അള്ളാഹു എനിക്ക് 2 അമാനുഷിക ശക്തികൾ തന്നിട്ടുണ്ട്. അവയിലൊന്ന് ഈ വടിയാണ്. ഈ വടി നിലത്തിട്ടാൽ ഉടൻ തന്നെ അത് പാമ്പായി മിസ്രിലെ അവിശ്വാസികളെയെല്ലാം വിഴുങ്ങിക്കളയും. കൂടാതെ എൻ്റെ വാക്കനുസരിച്ച് അള്ളാഹുവിൻ്റെ ശക്തി കൊണ്ട് അനേകം അത്ഭുതങ്ങൾ ഈ വടി കൊണ്ട് കാണിക്കാൻ കഴിയും. രണ്ടാമത്തേത്, എൻ്റെ കൈ തിളങ്ങുന്ന അവസ്ഥയാണ്. ഞാൻ എൻ്റെ കൈ ഒന്ന് കീശയിലിട്ട് പുറത്തേക്ക് വലിച്ചെടുത്താൽ അത് തനി വെള്ള നിറത്തിൽ പ്രകാശമായി തീരും. എല്ലാ വിരലുകളിൽ നിന്നും പ്രഭ പുറപ്പെട്ട് ലോകത്തെ ആകമാനം പ്രശോഭിപ്പിക്കുന്നതാണ്. ഈ അമാനുഷിക ശക്തികളെല്ലാം ഉള്ളതുകൊണ്ട് അവിശ്വാസികളെ തോൽപ്പിക്കുന്നതിന് നമുക്ക് എളുപ്പത്തിൽ കഴിയുമെന്ന് പറഞ്ഞു. ഹാറൂൻ അലൈഹി സ്വലാം ഈ വർത്തമാനം കേട്ട് വളരെ സന്തോഷിച്ചു. ഇസ്രായേലുകാർക്ക് ഫിറോൻ രാജാവിൻ്റെ പക്കൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന മർദ്ദനങ്ങൾക്കെല്ലാം പരിഹാരം സിദ്ധിച്ചതായി അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ ഹാറൂൻ നബി മൂസാ നബി അലൈഹി സ്വലാമിനെ തിരഞ്ഞുപോയി സ്വാഗതം ചെയ്തുകൊണ്ട് വരികയാണ് ഉണ്ടായതെന്നും ഒരു നിവേദനം ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: മൂസാ നബി അലൈഹി സ്വലാം ഐമൻ തായ്വരയിൽ നിന്ന് മിസ്രിലേക്ക് യാത്ര ചെയ്ത് നൈൽ നദിയുടെ തീരത്തെത്തിയപ്പോൾ ഹസ്രത്ത് ഹാറൂൻ അലൈഹി സ്വലാമിൻ്റെ അള്ളാഹുവിങ്കിൽ നിന്ന് ഇങ്ങനെ സന്ദേശമുണ്ടായി: നിൻ്റെ സഹോദരനായ മൂസ അലൈഹി സ്വലാമിനെ ഞാൻ എൻ്റെ ദൂതനാക്കി മിസ്രിലേക്ക് അയച്ചിരിക്കുന്നു. വേഗം ചെന്ന് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യണം. ഹാറൂൻ നബി അലൈഹി സ്വലാം മൂസാ നബിയുടെ ജ്യേഷ്ഠനാണ്. അദ്ദേഹത്തിന് മൂസ അലൈഹി സ്വലാമിനേക്കാൾ 4 വയസ്സ് അധികം പ്രായ കൂടുതലുണ്ടായിരുന്നു. പ്രസ്തുത കൽപ്പന പ്രകാരം ദുൽഹജ്ജ് മാസം 10-ാമത്തെ ദിവസത്തെ വൈകുന്നേരം ഹാറൂൻ അലൈഹി സ്വലാം സ്വന്തം വീട്ടിൽ നിന്ന് പുറപ്പെട്ട് അനുജനെ തിരഞ്ഞ് നൈൽ നദി തീരത്തേക്ക് ചെന്നു. പിറ്റേ ദിവസം പ്രഭാത സമയത്ത് അദ്ദേഹം മൂസാ നബി അലൈഹി സ്വലാമിനെ കണ്ടെത്തി. അവിടെ വെച്ച് അവർ തമ്മിൽ കണ്ട് സംസാരിച്ചു. ഉടൻ തന്നെ ഫിറോവിനെ സമീപിച്ചു.
തങ്ങളുടെ ദൗത്യ ചുമതല നിർവഹിക്കുന്നതിന് അവർ തമ്മിൽ ആലോചിച്ചുറച്ചു. അപ്പോഴേക്ക് അവരുടെ മാതാവിന് എങ്ങനെയോ വർത്തമാനം കിട്ടി. മാതാവ് പുത്രന്മാരുടെ അടുക്കൽ വന്ന് അവർ ഫിറോവിൻ്റെ അടുക്കൽ ചെന്നാൽ അയാൾ അവരെ കൊന്നുകളയുമെന്ന് തനിക്ക് ഭയമാണെന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹി ഇസ്ലാമും സഹോദരനും ആ ഉപദേശം വിലവെക്കാതെ അന്ന് രാത്രി തന്നെ ഫിറോവിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. കാവൽ ഭടന്മാർ അവരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ സർവ്വലോക രക്ഷിതാവിൻ്റെ ദൂതന്മാർ എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം മറുപടി പറഞ്ഞു. കാവൽക്കാർ ഉടൻ തന്നെ രാജാവിന് വർത്തമാനം കൊടുത്തു. സർവ്വലോക രക്ഷിതാവിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് 2 പേർ ഗേറ്റിങ്കൽ കാത്തു നിൽക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഫിറോൻ അസ്വസ്ഥനായി. കിസ്സകളിൽ വന്നിട്ടുള്ള മറ്റൊരു രൂപം ഇങ്ങനെയാണ്: മൂസാ അലൈഹി ഇസ്ലാമും ഹാറൂനും പ്രഭാത നിസ്കാരാനന്തരം ഫിറോവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. കൊട്ടാരത്തിലേക്ക് ഉണ്ടായിരുന്ന പ്രവേശന മാർഗത്തിൻ്റെ ഇരുപാർശ്വങ്ങളിലും ഈന്തപ്പന മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. അവയുടെ ഇടയിൽ സിംഹം, നരി മുതലായ വന്യമൃഗങ്ങളെ ധാരാളമായി നിർത്തിയിട്ടുണ്ടായിരുന്നു. വിരോധികൾ വല്ലവിധേനയും കൊട്ടാരത്തിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയാണത്രേ ഫിറോൻ അത്ര വലിയ കാവലുകൾ ഏർപ്പെടുത്തിയത്. എങ്കിലും അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായം നബിമാർക്കുണ്ടായിരുന്നത് കൊണ്ട് ആ സിംഹങ്ങളും നരികളുമെല്ലാം അവരെ കണ്ടപ്പോൾ സലാം പറയുകയും തല കുനിച്ച് കീഴടങ്ങുകയുമാണ് ചെയ്തത്. മൂസാ അലൈഹി ഇസ്ലാം ഫിറോവിൻ്റെ പടിപ്പുര വാതിലിൻ്റെ വട്ടക്കണ്ണി പിടിച്ചൊന്ന് കുലുക്കിയപ്പോഴേക്ക് കൊട്ടാരമാകെ കുലുങ്ങിപ്പോയി. താൻ സർവ്വലോകനാഥൻ്റെ ദൂതനാണെന്ന് മൂസാ അലൈഹി ഇസ്ലാം വിളിച്ചു പറയുകയും ചെയ്തു. ഫിറോൻ ആ വാക്ക് കേട്ടപ്പോൾ തൻ്റെ മുറിയുടെ വാതിലിന് മറയായി തൂക്കിയിട്ടിരുന്ന പട്ടുശീല നീക്കി സൂക്ഷിച്ചു നോക്കി. ആളെ അറിഞ്ഞതിനാൽ അയാൾ തൽക്കാലം മൗനം അവലംബിക്കുകയാണ് ചെയ്തത്. തങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് പറഞ്ഞ് അകത്ത് കിടക്കാൻ സമ്മതം ചോദിച്ചുകൊണ്ട് മൂസാ നബിയും ഹാറൂൻ നബിയും അലൈഹിസ്സലാം 2 കൊല്ലങ്ങളോളം കാത്തു നിന്നതായും ഒരു നിവേദനത്തിൽ വന്നിട്ടുണ്ട്. ഒരിക്കൽ ഗേറ്റ് പാറാവുകാരൻ ഇങ്ങനെ മറുപടി പറഞ്ഞു: നിങ്ങൾ തനി ഭ്രാന്തന്മാരാണ്. ഫിറോനാണ് നമുക്കെല്ലാം രക്ഷിതാവ്. പിന്നെ ഏത് രക്ഷിതാവിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്? പിറ്റേ ദിവസവും നബിമാർ ചെന്നുകൊണ്ട് ഇങ്ങനെ അപേക്ഷിച്ചു: ഫിറോവിൻ്റെ അടുക്കൽ പോകാൻ ഞങ്ങളെ അനുവദിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ അള്ളാഹുവിനാൽ നിയോഗിതരായ ദൂതന്മാരാണെന്നും അയാളെ സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്നും അയാളോട് പറയുക. എങ്കിലും അവിശ്വാസികളായിരുന്ന ആ ഉദ്യോഗസ്ഥന്മാർ അതിനൊന്നും സമ്മതിച്ചില്ല. ഒരു ദിവസം ഫിറോവിൻ്റെ ദർബാറിലുണ്ടായിരുന്ന ഒരു വിദൂഷകൻ അയാളുടെ അരികെ ചെന്ന് ഇങ്ങനെ പറഞ്ഞു: എന്തൊരു അത്ഭുതമാണിത്! 2 ആളുകൾ 2 കൊല്ലങ്ങളോളമായി അങ്ങയുടെ വാതിലിനരികെ വന്ന് അങ്ങയുടെ മുൻഗാമികളുടെയും പിൻഗാമികളുടെയും രക്ഷാകർത്താവായ ഒരു ദൈവമുണ്ടെന്ന് ഭ്രാന്തി സംസാരിക്കുന്നു. ഫിറോൻ അത് കേട്ടപ്പോൾ വലിയ കോപമാണ് ഉണ്ടായത്. അയാൾ നബിമാരെ ഉടൻ തന്നെ വിളിപ്പിച്ചു. അയാൾ തദവസരത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചതായി ഖുർആനിൽ ഇങ്ങനെ വായിക്കാം: നിന്നെ നാം പുത്രനാക്കി വളർത്തിയില്ലേ മൂസ? നിന്റെ ആയുഷ്കാലത്തിൽ പല കൊല്ലങ്ങളോളം നമ്മുടെ ഇടയിൽ നീ താമസിക്കുകയും ചെയ്തില്ലേ മൂസ? നീ ചെയ്തതായ നിന്റെ കുറ്റം നീ ചെയ്തിട്ടുണ്ട്. നീ നന്ദിയില്ലാത്തവരിൽ പെട്ടവനാണ്. ഈ വാക്കുകൾ മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞ മറുപടിയും ഖുർആനിൽ തന്നെ ഇങ്ങനെ പറയുന്നു: ആ കുറ്റം ഞാൻ ചെയ്തു പോയി. അങ്ങനെ ഞാൻ തെറ്റ് ചെയ്തവനായി തീർന്നിരുന്നു. ഞാൻ ഭയപ്പെട്ടപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ രക്ഷിതാവ് എനിക്ക് അധികാരം നൽകുകയും എന്നെ ദൈവദൂതന്മാരിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ആരാണ് സർവ്വലോക രക്ഷിതാവ് എന്ന് ഫിറോൻ ചോദിച്ചപ്പോൾ ആകാശഭൂമികളുടെയും അവയുടെ ഇടയിലുള്ളവരുടെയും സൃഷ്ടാവ് തന്നെ. നിങ്ങൾ ദൃഢവിശ്വാസം അവലംബിക്കുന്നുവെങ്കിൽ നല്ലത് എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം പ്രസ്താവിച്ചു. അനന്തരം നടന്ന സംഭാഷണത്തെ ഖുർആനിൽ നിന്ന് ഇവിടെ ഇങ്ങനെ ഉദ്ധരിക്കും: ഫിറോൻ ചുറ്റും കൂടി ഇന്നവരോട് ചോദിക്കുന്നു: നിങ്ങൾ കേൾക്കുന്നില്ലേ? മൂസാ അലൈഹി ഇസ്ലാം പറയുന്നു: നിങ്ങളുടെയും നിങ്ങളുടെ പൂർവികന്മാരായ പിതാക്കളുടെയും രക്ഷിതാവാണ് ദൈവം. ഫിറോൻ പറയുന്നു: നിങ്ങളുടെ അടുക്കൽ നിയോഗിതനായിട്ടുള്ള നിങ്ങളുടെ ഈ ദൂതൻ നിശ്ചയമായും ഒരു ഭ്രാന്തനാണ്. മൂസാ അലൈഹി ഇസ്ലാം പറഞ്ഞു: ഉദയസ്ഥാനത്തിൻ്റെയും അസ്തമന സ്ഥാനത്തിൻ്റെയും അവ രണ്ടിൻ്റെയും ഇടയിലുള്ളവയുടെയും രക്ഷിതാവാണവൻ. നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നല്ലത്. മൂസാ അലൈഹി ഇസ്ലാം അള്ളാഹുവിൻ്റെ ഓരോ സൃഷ്ടി മഹാത്മ്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ സത്യക്ക് തെളിവ് നൽകിക്കൊണ്ടും ഫിറോൻ നിഷേധിച്ചു കൊണ്ടുമിരുന്നു. സ്വന്തം ജനങ്ങൾ വിശ്വസിച്ചു പോകാതിരിക്കാനായി ഇടയ്ക്കിടെ ഫിറോൻ അവരെ നബിമാർക്കെതിരിൽ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവസാനമായി അവൻ ഇങ്ങനെയാണ് പ്രസ്താവിച്ചത്: എന്നെ അല്ലാത്ത ഒരാരാധ്യനെ നീ അംഗീകരിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ തടവുകാരിൽ പെടുത്തുന്നതാണ്. ഈ രൂപത്തിലാണ് മൂസാ അലൈഹിസ്സലാം ഫിറോവിൻ്റെ കൊട്ടാരത്തിലേക്ക് രണ്ടാമതായി എത്തിച്ചേരുന്നത്. നബിയായ ശേഷം ആദ്യമായാണ് ഈ രൂപത്തിൽ മൂസാ അലൈഹിസ്സലാം തൻ്റെ സഹോദരനോടൊപ്പം ഫിറോവിൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചേരുന്നത്. അള്ളാഹു ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.